ഹായ് ഫ്രണ്ട്സ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ പറ്റി എല്ലാവരും കേട്ടിരിക്കുകയല്ലോ. ഇത് ഇതാണ് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്. ആദ്യം ഞാൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്താണെന്ന് പറയാം. അതിന്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കാം. സ്ഥിരമായിട്ട് കാരണമില്ലാതെ വരുന്ന മുട്ടുവേദന, നടുവേദന, ശരീരം വേദന, അത് മസിൽ പെയിൻ ആകാം, ബോൺ പെയിൻ ആകാം. പിന്നെ അമിതമായുള്ള ക്ഷീണം, പിന്നെ ഡിപ്രഷൻ, അതായത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നമുക്ക് താല്പര്യക്കുറവ്, എനർജി ഇല്ലാതെ പോലെയുള്ളൊരു തോന്നൽ, അതുപോലെ ആൻസൈറ്റി, മുടി കൊഴിച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുടി കൊഴിച്ചിലൊന്നും ആയിരിക്കത്തില്ല, ബൾക്കായിട്ടുള്ള മുടി കൊഴിച്ചിലായിരിക്കാം. പിന്നെ വീഴ്ചകളിൽ എല്ലൊടിയുക, അതുപോലെ പനി, തുമ്മൽ, ചുമ എന്നിവയൊക്കെ മരുന്നൊക്കെ കൊടുത്ത് നമ്മളത് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും എത്തുക. ഇതൊക്കെയാണ് മെയിൻ സിംറ്റംസ് ഓഫ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും കുറയും. അതുകൊണ്ട് കാൽഷ്യം കുറവുള്ള സിംറ്റംസും ഇത് കാരണം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എബവ് 30 ആയിരിക്കണം. അതായത് ലെസ് ദാൻ 20 എന്ന് പറഞ്ഞ ഡെഫിഷ്യൻസിയും 20 to 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റും. സോ ഡെഫിഷ്യൻസി ഉള്ളവർ ഡെഫിനറ്റ് ആയിട്ടും ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എടുക്കേണ്ടതാണ്. ഞാൻ ഈ കാണിച്ചത് 60Kയുടെ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ആണ്. അത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് 2 മാസത്തേക്കും, അതുപോലെ മെയിൻ്റനൻസ് ആയിട്ട് മാസത്തിൽ ഒരെണ്ണം വെച്ചിട്ട് 6 മാസത്തേക്ക് കൊടുക്കണം. നിങ്ങൾ മെയിൻ്റനൻസ് എടുക്കാതിരിക്കരുത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന വൈറ്റമിൻ ഡി പഴയതുപോലെ ഡെഫിഷ്യൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെയിൻ്റനൻസും കൂടെ ഈ പറഞ്ഞ 2 മാസത്തെ ഡോസിന് ശേഷം നമ്മൾ എടുത്തിരിക്കണം.